പിന്നെ മലയാളത്തിന് നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള മലയാളി അല്ലാത്ത സംഗീത സംവിധായകനായിരുന്നു എം ബി ശ്രീനിവാസൻ. എം ബി എസിൻ്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടല്ലോ. സാറിന് എന്നെ വലിയ താല്പര്യമായിരുന്നു. അതല്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അല്ല, അങ്ങനെ വർക്ക് ചെയ്യാൻ വിളിച്ചിട്ട് നമുക്ക് വേറെ ചില സാഹചര്യം കൊണ്ട് പോകാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മിക്കാൻ സാധിക്കുന്നു? നമ്മൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഫിലിംസിനാണല്ലോ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഇന്നാളും നമ്മുടെ ദേവരാജ മാഷ് 50-ാം വർഷം മലയാള സിനിമാ സംഗീതം എന്ന് പറഞ്ഞപ്പോൾ വളരെ പഴയ ഒരു താരാട്ട്, നല്ല രസമുള്ളതാണ്, ഡ്യുവറ്റാണ്. താമരത്തുമ്പി വാ താരാട്ടു പാടാൻ വാ, താളം പിടിക്കാൻ ഞാൻ മണിത്തമ്പുരുമീട്ടാം ഞാൻ വാ, താമരത്തുമ്പി വാ താരാട്ടു പാടാൻ വാ, താളം പിടിക്കാം ഞാൻ മണിത്തമ്പുരുമീട്ടാം ഞാൻ വാ, താമരത്തുമ്പി വാ. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ, അസാധ്യ കവിതയും അതും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ലെജൻസിൽ അല്ലേ, ദക്ഷിണാമൂർത്തി സ്വാമികൾ. അയ്യോ, സ്വാമിയുടെ വലിയ കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ കർണാടക സംഗീതത്തിന് വളരെ ലളിതമായ രീതിയിൽ അതിൻ്റെ സത്തയെ സിനിമ പാട്ടിലൂടെ സാധാരണ ജനങ്ങൾക്ക് വരെ പാടാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട്. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, അതിപ്പോ സ്വാമി പാടാണ് പാടെങ്കിൽ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ കഥ പറയൂ, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, അർദ്ധനിമീലിത മിഴികളിലൂറും, അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ശുദ്ധമായ കർണാടക സംഗീതത്തിന് ലഘൂകരിച്ച് ഞാനും എൻ്റെ ഒരു ചില്ലറ അറിവ് വെച്ച് പാടിയതാണ്.